ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ഇട്ടൊക്കെ കാണാൻ. രാത്രി നമ്മൾ വന്നപ്പോൾ ഇതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ആമി മാച്ചു ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുക, എണീറ്റിട്ടില്ല. കുറച്ച് അപ്പുറത്തെ ട്രക്കിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. സൺറൈസൊക്കെ കാണാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടൊക്കെ ഉണ്ട് തോന്നുന്നു. കുറേ പേര് പോയി വരുന്നത്. രാവിലെ നീറ്റപ്പോൾ ഇവിടെ ആകെ നിറയെ ആൾക്കാർ. അപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളി പ്ലേസ് കിട്ടോ. നമ്മൾ ബാക്കിൽ തന്നെ പാർക്കുണ്ട്, നമുക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അവിടെ ഫ്രഷ് ആയിട്ട് നമ്മളിങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ടുള്ള നോക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ആമിനും മാച്ചിനൊക്കെ എണീപ്പിട്ട് ഒന്ന് ഫ്രഷ് ആക്കട്ടെ കേട്ടോ. ഗുഡ് മോർണിംഗ് വരാം. ഗുഡ് മോർണിംഗ്. ഇറങ്ങി മാച്ചു, മാച്ചു ആമി ഫ്രഷ് ആയി വന്ന് കേക്കൊക്കെ കഴിക്കാം അല്ലേ? അവിടെ കുട്ടികളൊക്കെ കേറണു. നെയ്യും കറിക്കാം. ആമി കയറിക്കാം ആമി വേണമെങ്കിൽ. നമ്മൾ കെട്ടിമാറാപ്പുകളൊക്കെ എടുത്ത് പാക്ക് ചെയ്യാൻ പോവാണ്. ഇവിടുന്ന് പോവാണ് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട്. ആമി എന്താ? അപ്പം നമ്മളെ ക്യാമ്പിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് എന്തൊക്കെ എടുത്ത് വെക്കാൻ പോവാം. അമ്മ എവിടെ ഇതാക്കി എനിക്ക് കഴിയുന്നില്ല. അത് പൊക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത്. നമ്മളൊരു സ്പോട്ടിൽ ക്യാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരത്തെ എത്തണം. നമ്മൾ ലേറ്റ് ആയിപ്പോയി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ബാത്റൂം വേണം. ആമിനൊക്കെ കൊണ്ട് കുട്ടികളെ കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബാത്റൂമും ഫെസിലിറ്റീസും ഒക്കെ ഉള്ളിടത്ത് വേണം നമ്മൾ ക്യാമ്പ് ചെയ്യാൻ. ഇത് പിന്നെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അടുത്ത് തന്നെ പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആമിതാ മല കയറാൻ ഇറങ്ങിയിരുന്നു. ഇത്രയും സമയമൊക്കെ ഉണ്ടായിട്ട് ഇപ്പം ഈ നട്ട വെയിലത്താണ് നമ്മൾ മല കയറുന്നത്. ഞാൻ അതിലേ കേറിയത്. ഇന്നോട് റോക്സ് ഇല്ല, അതുകൊണ്ടാ. ആദ്യം കൂടെ നോക്കണേ, ഇത് നല്ല റോക്ക്. എന്നാലേ അതിൽ കാലാക്കാൻ പറ്റുള്ളൂ. പറയണ്ട കേട്ടോ. ഇതെന്ത് കംപ്ലീറ്റിംഗ് ആണ് കേട്ടോ. ഞാനിത് ഫുള്ള് ചെയ്യാനല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യാനാ. ഞാൻ അവിടേക്കാണ് പോവാ. അവിടെ ഒരു ചെറിയുള്ളതുണ്ട്, അത് അവിടെ. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിട്ടോ. നമുക്ക് പോയി നോക്കാം. അടിപൊളി സ്ഥലങ്ങൾ, നല്ല റോക്സ് ഒക്കെ ഉണ്ട് ഇവിടെ. താഴത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഞാൻ വേറൊരു എന്താ പറയാ, ഒരു ട്രിപ്പ് മൂഡ് തന്നെ കിട്ടുന്നുണ്ടല്ലേ ഫാദി ഇവിടെ വന്നിട്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. വാദി ഷീസ് നാച്ചുറൽ ട്രയൽ 2 കിലോമീറ്റർ ഉണ്ട് നടക്കാനും. സ്റ്റെപ്സ് ഇങ്ങനെ ഡേറ്റ് ആവുമ്പല്ലേ മോസ്റ്റേഴ്സ് ഇങ്ങനെ പോയല്ലേ, ഒക്കെ പോയ സ്റ്റെപ്സ് ആണ്. എനിക്ക് ചോദിക്കണം എന്ത് പോയ മോൺസ്റ്റേഴ്സോ? മോൺസ്റ്റേഴ്സ് പോയ സ്റ്റെപ്പാണല്ലോ അതൊക്കെ, അതുകൊണ്ട് അതൊക്കെ ഇടിഞ്ഞത്. 2 കിലോമീറ്റർ ആണ്. അമ്പിള കയറും. മാവല്ലല്ലോ, സപ്പോർട്ടല്ലേ. ചോപ്പാവും പിന്നെ കറുപ്പാവും. ചോപ്പവും കറുപ്പാവും അതന്നെ. ഏത് പാമ്പും കായ? പാമ്പും കായല്ല, പാമ്പും കായല്ല, തെച്ചിക്കായൊക്കെ മാതിരി സാധനം. അതന്നെ തെച്ചിക്കായ പോലത്തെ ഒരു സാധനം. അതാണ്. നല്ല അടിപൊളി. നമ്മളവിടുന്ന് കയറി വന്നപ്പോൾ ഇവിടെ കുറേ പേര് താമസിക്കും. പണ്ട് മുതലേ സെറ്റിൽമെൻറ്റുള്ള സ്ഥലം തോന്നുന്നു. നല്ല അടിപൊളി ആടുകളൊക്കെ ആയിട്ട് ഒരു ആട് എന്താ പറയുക സ്മെല്ലൊക്കെ വന്നിട്ട് നമുക്ക് പഴയ നമ്മളെ തറവാട് വീടൊക്കെ ഓർമ്മ വരിക. നല്ല ആട്ടും കാട്ടത്തിൻ്റെ ഒക്കെ സ്മെല്ലുണ്ട്. നമ്മളൊരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. അതിപ്പോ ഈ പറഞ്ഞത് കാരക്ക വരാ കണ്ടോ. എല്ലാവരുടെ കൃഷി എന്തിനാ സംഭവിക്കാം കണ്ടിട്ട് കൊതിയാവുക, ചാടാൻ തോന്നുന്നുണ്ട്. ചാടില്ലേ? അവിടേക്ക് നാടത്തെ കുളം പോലെ എന്താ പറയാ, പഞ്ചായത്ത് കുളം. ആമി മൂപ്പരപ്പം കൂടി ഇവിടെ ഒന്നുണ്ട്. ആമി ഞങ്ങളുടെ കൂടെ മീനും പിടിച്ചിട്ട്
അറോഷിനെ ഇവിടെ നിർത്തുവോന്ന്. എനിക്കിവിടെ പണിക്കാളില്ല. ഈ സ്ഥലം ആക്ച്വലി വാദി ശീഷ് പാർക്ക് ഉണ്ട്. ആ പാർക്കിന്റെ തൊട്ട താഴെയാണ് ഈ സ്ഥലം. പല ആൾക്കാരും വാദി ശീഷിൽ മാത്രം, വാദി ശീഷിന്റെ പാർക്കിൽ ഇപ്പോൾ ടിക്ടോക്കിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള കുറേ വീഡിയോസ് എല്ലാം ഉണ്ട്. ഈ വാദി ശീഷിന്റെ പാർക്കിന്റെ പലരും അവിടെ മാത്രം വന്നുകൊണ്ട് പോവാണ് ചെയ്യുന്നത്. ഇവിടെ ശരിക്കും ഇവിടെ വരേണ്ട ഒരു സ്ഥലമാണ് ഇത്. നമ്മള് സ്റ്റേഴ്സ് ഉണ്ടാവും ഇവിടെ. ആട്ടുനില ഉണ്ടോ? നാട്ടിലത്തെ ബ്രിഡ്ജോ? ഓറഞ്ച് വരാണുള്ളത്. ഓറഞ്ചിൻ്റെ അവിടെ ചാടി കിടക്കുന്ന എന്ത് വാച്ചു? You want orange? അയ്യോ എന്താ ഫീലില്ലേ, ഭയങ്കര ഫീലായിപ്പോയി. നിനക്ക് അടിപൊളി കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അഡ്വഞ്ചർ ഫീലും കൂടെ കിട്ടുന്നുണ്ട്. എൻ്റെ കാലൊന്ന് നേരത്തെ ഒന്ന് സ്ലിപ്പായി ഒന്ന് വിളിക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം. ഇത് എവിടേക്കൊക്കെ റോട്ടിക്കാണ്. തീർന്നോ? 2 കിലോമീറ്റർ നമ്മൾ നടന്നു. എല്ലാവരും താഴെ എത്തി. ടെൻസി കയറുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 കിലോമീറ്റർ ഞാൻ നടക്കില്ല. പറഞ്ഞു തന്നെയല്ലോ അവള് കയറിയതൊന്നും. അടിപൊളിയായിട്ട് ശരിക്കും നല്ല അടിപൊളി എക്സ്പീരിയൻസ്. ശരിക്കും നമ്മൾ അതിൽ കൂടെ കയറി ഇതിൽ കൂടെ ഇറങ്ങി. നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഭയങ്കര കയറാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിന്നുണ്ടായിരുന്നു. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയത് അറിഞ്ഞില്ല. അത്രയ്ക്കും രസമായിരുന്നു. എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമുണ്ട്. വാദി ശീഷിൽ പാർക്കിൻ്റെ നേരെ താഴെ കേട്ടോ. കുറച്ചുള്ളൂ, 1/2 കിലോമീറ്റർ താഴെ. ഇനിയിപ്പോൾ വെള്ളം കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അടിപൊളിയാവും. നാരങ്ങ നോക്കി. എൻ്റെ പേരെന്താ അറിയോ? അവിടെ കണ്ടോ വലുത്? എൻ്റെ പേരെന്താ അറിയോ? എന്താ എൻ്റെ പേര് അറിയോ? എന്ത് മാന്തള എനിക്കത് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് തിരിച്ച് ഈ സ്പോട്ടിൽ തന്നെ എത്തിട്ടോ. ഇനി നമ്മൾ നമ്മൾ നേരത്തെ രാത്രി കയറിയിട്ടുണ്ടായിരുന്നു ഒരു പാർക്കിൽ. ശരിക്കും കാണാൻ പറ്റില്ല. അവിടെയും കൂടെ കയറിയിട്ട് നമ്മൾ അടുത്തൊരു ഡാമിലോട്ടാണ് പോകുന്നത്. ഇതാണ് വാദി ശീഷ് പാർക്ക്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഇപ്പോഴും രാവിലെ 7 മണിക്ക് നമ്മളിവിടെ ഫ്രഷ് വന്നപ്പോഴത്തേക്ക് തന്നെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. നല്ല അടിപൊളി പാർക്ക്. ടിക്ടോക്കിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന പാർക്കാണ് വാദി ശീഷ് പാർക്ക്. ഇതിനെ കുറച്ച് താഴെയാണ് നമ്മളിപ്പോൾ പോയിട്ടുള്ള സ്പോട്ട്. എന്തായാലും വന്ന് നോക്കുക. പാർക്കും എല്ലാം സംഭവം അടിപൊളിയാണ്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കയറുന്നില്ല. ഇന്നലെ നമ്മൾ അതിൻ്റെ ടോപ്പിലേറ്റം കയറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കയറാനാവില്ല, നല്ല വെയിലായിപ്പോയി. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പ് ഇവിടെ വാദി ശീഷിൽ അവസാനിക്കുന്ന നമ്മൾ അടുത്തത് ഒരു ഡാമിലോട്ടാണ് പോകുന്നത്. പക്ഷേ വീഡിയോ ഒരുപാട് ലെങ്തി ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും വന്ന് നോക്കുക. നല്ല അടിപൊളിയാണ്. റീഫ്രഷ്മെൻറ്റ് കിട്ടുന്ന ശരിക്കും ഒരു കുട്ടികൾക്കായാലും എല്ലാവർക്കും ആയിട്ട് പാർക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കും കുറച്ചപ്പുറത്ത് നല്ല അടിപൊളി എൻവയോൺമെൻറ്റ്, ഗ്രീനറി സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും വന്ന് നോക്കുക. ദുബായിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്യേണ്ടവുള്ളൂ. അപ്പം നല്ല രസമാണ് കേട്ടോ ഈ സ്ഥലം. നിങ്ങളും വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും വാച്ച് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ പറയുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ. ബെൽ ഐക്കണും ചെയ്യുക. എന്തൊക്കെയോ ചെയ്യാം. ഓക്കെ, ശരി, ബൈ.